world. It's me Ansha. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അവിടുത്തെ കുറച്ച് പ്രകൃതി മനോഹരമായ കുറച്ച് സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇവരൊക്കെ എൻ്റെ കസിൻസ് ആണ്. നിങ്ങൾക്ക് ഷിനുവിനെ അറിയായിരിക്കും, വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ സോനു, ഇത് മോനു. ഹായ് പറ. ഹായ്. അപ്പോൾ ഇവൻ്റെ അനിയനാണ് മിസ്ബാഹ്. ഹായ് പറ. ഹായ്. ഹായ് പറ. ഇത് നീനുമ്മയാണ്, നീനുട്ടിയാണ് കേട്ടത്. ഹായ് പറ. ഹായ്. അപ്പോൾ നമുക്ക് സ്ഥലങ്ങൾ കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. നേരെ ഞങ്ങൾ വിചാരിച്ചു ആദ്യം തോട്ടിക്ക് പോകാമെന്ന്, പിന്നെ നേരെ പോയിട്ട് പാലത്തിൻ്റെ അവിടെ പോകാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോകാം. ഇവിടെ അങ്ങനെ ഒരു കവുങ്ങുന്തോട്ടമൊക്കെ ഉണ്ട്. ഇത് ഞാൻ നടന്നിട്ടാണ് പോവാ. ഒരു പോകാം. आज दिल शायराना 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 लगता है. आज दिल शायराना शायराना शायराना. അപ്പൊ നമ്മുടെ പാലത്തിന്റെ അവിടേക്ക് പോകുന്ന വഴികളാണ്. അവിടെ ഫുള്ള് വ്യൂ ആണ്. അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ ഒരു കുളമുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട് എവിടെയെന്ന് വെച്ചാൽ ചെറുകരയാണ്. അപ്പോൾ നമുക്ക് നേരെ പാലത്തിൻ്റെ അടുക്ക് പോകാം. പാലം അവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ പാലം. ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു തടിക്കഷ്ണം അവിടെ വെച്ചിട്ടുണ്ട്. ഈ മുറിച്ചിട്ട് വീണതാണോന്ന് അറിയില്ല. ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വെറുതെ ഇവിടെ പാലത്തിന്റെ അടുത്ത് പോകാം. ഇന്നലെ ഇവിടെ മഴ പെയ്തുകൊണ്ട് ആകൊരു കലങ്ങിയ വെള്ളാണ് കാണുന്നത്. അല്ലെങ്കിൽ കുറച്ചൊക്കെ തെളിഞ്ഞ വെള്ളമല്ല, വേറെ കളറായിക്കാരം. ബട്ട് ഇന്നലെ നല്ലൊരു മഴ വന്നോണ്ട് തന്നെ കലങ്ങിയ വെള്ളാണ്. നല്ല കുണ്ടുണ്ട്, ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ തോട്ടിൽ കേട്ടോ ഈ വെള്ളം എടുത്ത് വരുന്നത്. ഈ നെക്സ്റ്റ് നമുക്ക് തോട്ടിക്ക് പോകാം. കുറച്ച് പേര് തുടങ്ങാൻ. അപ്പോൾ ഗായ്സ് ഏതിയാണ് ഇറങ്ങി. അവിടെ ആൾക്കാർ തിരുമ്പാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലമാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇവിടെ ഇറങ്ങുന്നത്. കണ്ടോ, നല്ല കലങ്ങിയ വെള്ളമായതുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ പുതിയ ഡ്രസ്സാണ് ഇറങ്ങാൻ. ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. വേണ്ട. ഓക്കെ, ഇനി നമുക്ക് നേരെ തോട്ടിൻ്റെ അടുത്ത് പോകാം. നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കങ്ങുന്തോട്ടം തന്നെയാണ്. പിന്നെ അവിടെയും കങ്ങുന്തോട്ടം തന്നെയാണ്. അവിടേക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ഉണ്ടാകുന്നത് ഒരു ദിവസം വന്നേക്ക് അവിടെ 2 പാമ്പിനെ കണ്ടിരുന്നു. 2 അങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾക്ക് അവിടേക്ക് പോകാൻ പേടിയാണ്. അതല്ല, അവിടെ നല്ല പുല്ലുണ്ട്. നല്ല രസമുള്ള സ്ഥലമാണ്. ഒരു ഫോട്ടോക്കൊക്കെ പൊളിയായിക്കാരം.
लगता है आज दिल शायराना 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 लगता है उड़ता फिरे दिल उतरना जानना आज दिल शायराना 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 लगता है बिगड़ा हुआ दिल ഇതിനെയാണ് പോകുന്നത്. നമ്മുടെ പാടാണ്. പാടത്തിന്റെ വഴി കൂടിയാണ് നമ്മളിങ്ങനെ തോട്ടിലേക്ക് പോകുന്നത്. നല്ല 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 വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. സോനിയ ഇവിടെ പാമ്പുകൾ വസിക്കുന്നുണ്ട്. നിങ്ങളോടൊരു കാര്യം പറയണം പറഞ്ഞിട്ടാണ്. പറ. ഇവിടെ പാമ്പുകൾ വസിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളമ്മ പറഞ്ഞിട്ടുള്ളത്. വെറുതെ പറഞ്ഞതാണ്. നേർക്കോലുണ്ട്, പക്ഷെ പാമ്പൊന്നുമില്ല. കണ്ടോ മീനില്ലേ? മീനിനെ പിടിക്കാൻ വേണ്ടിട്ട് നോക്കും ക്യാമറ കണ്ടോ? മീനിനെ പിടിക്കാൻ വേണ്ടിട്ട് എടുത്ത ബക്കറ്റാണ്. മീൻകാരനാണല്ലേ, മീനിന്റെ ആളാണിത്. ഗപ്പിയും കൊയ്ത്തൊക്കെ ഉണ്ട്. കൊയ്ത്ത നല്ല വെയിലായി. രാവിലെ എടുക്കണം വിചാരിച്ചാണ്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. വീട്ടിൽ ആരുമില്ല, അതുകൊണ്ട് ഇവർക്കൊക്കെ നീന്താ തോന്നുന്നുണ്ട്. സോനുവിനും മോനുവിനും നീന്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ തന്നെ കയറുന്നത്. ഒട്ട് എനിക്ക് നീന്താൻ പറ്റില്ല. ഇതെൻ്റെ പുതിയ ഡ്രസ്സാക്കണ്ട് തരുക. മഴ പെയ്തിട്ട് വെള്ളം പോവുക ചെയ്ത് അറിയില്ല. ആ തിരുമഴ കല്ലിൻ്റെ അവിടെ കൂടി ഒക്കെ നേരെ വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ മഴ പെയ്തിട്ട് വെള്ളം പോയി എന്നാ തോന്നുന്നത്. മീൻ പിടിക്കുന്നത് മോനിയ ഒന്ന് നീന്തുന്നത് കാണിച്ചെടുത്ത സോനു മോനും. കണ്ടോ സോനു ഇപ്പൊ തന്നെ മീൻ പിടിക്കല് തുടങ്ങിയിട്ടുണ്ട്. സോനു ഇവിടേക്ക് വരുന്നതന്നെ മീൻ പിടിക്കാനാണ്. അവൻ പറയും ഒറ്റ കോരല് ഇത് ഞാൻ കുളിക്കും, ഒറ്റ കൊല്ല എന്നിട്ട് വേറെ കുറെ കോരല് കോരും. കണ്ടോ ഇപ്പൊ തന്നെ ഉണ്ട്. ആകെ ചളി വെള്ളമാണ്. അപ്പൊ മോനെ നിങ്ങൾക്കൊന്ന് നീന്തി കാണിച്ചു തരും. മോനെ ഒന്ന് നീന്തേ. അവനക്ക് അത്രക്ക് നീന്തൽ അറിയില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അവന് കാണിച്ചു തന്നു. അപ്പൊ നമ്മുടെ സോനു നീന്തോ കാണിച്ചെടുക്കേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇവിടെ ഒരാളിങ്ങനെ മുങ്ങിയിട്ട് ഡ്രസ് ഒന്നും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു ഇതാകാം. സോനു നീ ഒരു ഡയലോഗ് പറഞ്ഞേ. കഴിഞ്ഞോണത്തിന് കൈപ്പള്ള കുഞ്ഞപ്പന്റെ കൈയെടുത്തപ്പോ കട്ട ചോരിയാ മൂത്ത് കഴിച്ചു. അത്രക്കും